ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഓണത്തിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ കടലപ്പരിപ്പ് പായസമാണ്. നമ്മൾ ഈ ഒരു പായസം ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത് മാഗി ക്രീമി കോക്കനട്ട് മിൽക്ക് പൗഡർ വെച്ചിട്ടാണ്. മാഗി ക്രീമി കോക്കനട്ട് മിൽക്ക് പൗഡർ വെച്ചിട്ട് ജസ്റ്റ് 2 മിനിറ്റ് കൊണ്ട് നല്ല തിക്കായിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള കോക്കനട്ട് മിൽക്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കടലപ്പരിപ്പ് പായസം എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് ഈ ഒരു ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് കടലപ്പരിപ്പ് ഒന്ന് കഴുകി വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു നെയ്യിലേക്ക് ഇട്ട് കൊടുത്ത് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. തീ ഒന്ന് കുറച്ച് വെച്ച് തന്നെ വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ. ഇതുപോലെ നെയ്ക്കകത്ത് റോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പായസം തയ്യാറാക്കുകയാണെങ്കിൽ നമ്മുടെ പായസത്തിന് രുചി കൂടും. അതുകൊണ്ട് നിങ്ങൾ കടലപ്പായസം തയ്യാറാക്കുമ്പോൾ എന്തായാലും നെയ്ക്കകത്തിട്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ പായസം തയ്യാറാക്കിയെടുക്കാൻ. തീ കുറച്ച് വെച്ച് തന്നെ വേണം നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത് റോസ്റ്റ് ചെയ്യാൻ. ഇപ്പോൾ ഇതിവിടെ നിന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ പച്ചവെള്ളം ഒഴിക്കൽ ചൂടുവെള്ളം തന്നെ വേണം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഒരു 3 കപ്പ് വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 250 ml കപ്പിന് 3 കപ്പ് വെള്ളമാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി തീ ഒന്ന് കുറച്ച് വെച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു 3 വിസിലൊക്കെ വരുമ്പോഴേക്കും നമ്മുടെ പരിപ്പ് ഇവിടെ നന്നായിട്ടൊന്ന് കുക്കായി കിട്ടിക്കോളും. ഇപ്പോൾ 3 വിസിലൊക്കെ വന്ന് ആവിയൊക്കെ ഒന്ന് പോയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു കൊടുക്കാം. ഇപ്പം പരിപ്പ് ഇവിടെ നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഒരു ഉരുളിക്കകത്താണ് പായസം തയ്യാറാക്കിയെടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ ഞാനിപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് നെയ്ക്കകത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ തേങ്ങാക്കൊത്തൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. തേങ്ങാക്കൊത്ത് ചെറിയൊരു ഗോൾഡൻ കളറൊക്കെ ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്ക് നെയ്ക്കകത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അണ്ടിപ്പരിപ്പിൻ്റെ കളറും ചെറുതായിട്ടൊന്ന് ചേഞ്ചായി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിങ്ങ കൂടി ചേർത്ത് കൊടുക്കണം. ഈ ഒരു സമയത്തെല്ലാം തീ ഒന്ന് കുറച്ച് വെച്ച് തന്നെ വേണം നമ്മൾ ഇതെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ. ഇപ്പം അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിങ്ങയും തേങ്ങാക്കൊത്തൊക്കെ നന്നായിട്ടൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി വേറൊരു ബൗളിലേക്കൊന്ന് മാറ്റാം. ഈ നട്ട്സൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. തേങ്ങാക്കൊത്തൊക്കെ വേണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാം. പക്ഷെ തേങ്ങാക്കൊത്തൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴേക്കും കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഈ നെയ്യിലേക്ക് നമ്മളിവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ കടലപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ കടലപ്പരിപ്പ് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഇനി ഇത് ഇളക്കി കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മുടെ ഈ ഒരു പായസത്തിന് കുറച്ചും കൂടി കട്ടി വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നും കുറച്ച് പരിപ്പെടുത്ത് മിക്സിക്കകത്തിട്ടൊന്ന് അരച്ചിട്ടൊന്ന് ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ അരച്ചു കൊടുക്കുന്നൊന്നുമില്ല. ജസ്റ്റ് ഈ തവി കൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. ഇപ്പം പരിപ്പ് നന്നായിട്ടൊന്ന് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചവ്വരി ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചവ്വരിയും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പായസത്തിന് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കിട്ടും. ഞാനിപ്പോൾ ഇവിടെ 1 മണിക്കൂർ ഒന്ന് കുതിർത്തെടുത്തിട്ടുള്ള ചവ്വരിയാണിത്. സോക്ക് ചെയ്ത് എടുത്തിട്ട് തന്നെ വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അല്ലെങ്കിൽ ചവ്വരിയൊക്കെ വെന്ത് കിട്ടാൻ കുറച്ച് സമയം എടുക്കും. ഇങ്ങനെ ഒന്ന് സോക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചവ്വരി കുക്കായി കിട്ടും. ഇപ്പം ചവ്വരിയൊക്കെ ഇവിടെ നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 കപ്പ് ശർക്കരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊരു അല്പസമയം ഇളക്കി കൊടുത്തൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ ഒരു സമയത്ത് നമുക്കിതിന് വേണ്ടുന്ന തേങ്ങാപ്പാലൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ തേങ്ങാപ്പാൽ തയ്യാറാക്കുന്നതിനായിട്ട് മാഗി ക്രീമി കോക്കനട്ട് മിൽക്ക് പൗഡറാണ് എടുത്തിരിക്കുന്നത്. മാഗി ക്രീമി കോക്കനട്ട് മിൽക്ക് പൗഡർ ആകുമ്പോൾ നമുക്ക് ജസ്റ്റ് 2 മിനിറ്റ് കൊണ്ട് നല്ല തിക്കായിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള കോക്കനട്ട് മിൽക്ക് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ആദ്യം നമുക്ക് കട്ടി കുറഞ്ഞ പാൽ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡറിലേക്ക് ഒരു 5 കപ്പ് ഇളം ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് എന്ന് വെച്ചാൽ 150 ml കപ്പിലാണ് നമ്മൾ വെള്ളം എടുത്തിരിക്കുന്നത്. ഇനി നന്നായിട്ട് ഇത് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് കലക്കിയെടുക്കണം. ഇനി നമുക്ക് തിക്കായിട്ടുള്ള പാൽ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു 6 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡറിലേക്ക് 2 കപ്പ് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ 1 കപ്പ് എന്ന് പറയുന്നത് 150 ml വെള്ളമാണ്. ഇപ്പോൾ നമ്മളിവിടെ തിക്കായിട്ടുള്ള പാലും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ശർക്കരയൊക്കെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തിന്നായിട്ടുള്ള പാൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ തിന്നായിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുത്ത് ഇത് ഇളക്കി കൊടുത്ത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് തിളപ്പിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ പായസം ചെറുതായിട്ടൊന്ന് കുറുക്കി കിട്ടും. ഈ മാഗി ക്രീമി കോക്കനട്ട് മിൽക്ക് പൗഡറിന് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാപ്പാലിൻ്റെ അതേ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഈ മാഗി ക്രീമി കോക്കനട്ട് മിൽക്ക് പൗഡർ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ തേങ്ങാപ്പാൽ തയ്യാറാക്കി എടുക്കാവുന്നതുകൊണ്ട് തന്നെ ഈ ഒരു പായസമൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും.
ഇപ്പം തിന്നായിട്ടുള്ള പാലൊഴിച്ച് നന്നായിട്ട് ഇത് കുറുക്കിയൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് തിക്കായിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ തിക്കായിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ തിളപ്പിക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇപ്പം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടിയും ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി നമ്മളിവിടെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ മാഗി ക്രീമി കോക്കനട്ട് മിൽക്ക് പൗഡർ വെച്ച് തയ്യാറാക്കിയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള കടല പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഓണത്തിന് നിങ്ങൾ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. നിങ്ങൾ ഇതുവരെ മാഗി ക്രീമി കോക്കനട്ട് മിൽക്ക് പൗഡർ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് യൂസ് ചെയ്ത് നോക്കണം. ഇത് നമ്മുടെ അടുത്തുള്ള എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ്. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്.